ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്രയൊക്കെ ക്യാരക്ടർ പിടിച്ചു നോക്കിയാലും യഥാർത്ഥ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരും. ഷാനവാസിനെ പറ്റി പറഞ്ഞാണ് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നാടകം. ഇന്ന് രാവിലെ ഷാനവാസും ആദിലയും ചേർന്ന് അനീഷിനെ ബുള്ളി ചെയ്തു. അനീഷിന് പി ആർ ഉണ്ടെന്നും അനീഷ് സ്ഥലം വിറ്റ പൈസ കൊണ്ടാണ് പി ആർ ചെയ്യുന്നതെന്നും എന്നിട്ട് അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് താനിത് എവിടെ കൊണ്ട് തീർക്കുമെന്നും ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നും ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണെന്നും പറഞ്ഞ് അനീഷിനെ ഇക്കായും പെങ്ങളൂട്ടിയും കൂടെ ഒരുപാട് ബുള്ളി ചെയ്തു. ആദിലെ ഷാനവാസും ഒക്കെ ഒരേ വൈബാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്. അതിനുശേഷം അനീഷ് പോയി ക്യാമറയുടെ മുന്നിൽ നിന്ന് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും ബിഗ് ബോസിന്റെ ടീം അത് അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നും പറഞ്ഞു. ഇതുപോലും പറയാൻ അനീഷിനെ ഷാനവാസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ശല്യം ചെയ്യുമായിരുന്നു. ഫ്രണ്ടാണ് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഉള്ളിലുള്ളത് ഇതാണ്, അതിങ്ങനെ പുറത്തു വരും. അനീഷിനെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും ഷാനവാസിന് പറ്റിയിട്ടില്ല. ഷാനവാസിന്റെ ഒരു കണ്ടന്റ് മാത്രമാണ് അനീഷും അനീഷിനോട് കാണിച്ചിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. അനീഷിന്റെ ഷാനവാസിന്റെ കുട്ടി കുട്ടി ഫൈറ്റ്സ് ഒക്കെ ആളുകൾക്ക് ഇഷ്ടമായെന്ന് മനസ്സിലാക്കിയതും സെലിബ്രിറ്റി ആയിട്ടുള്ള ഷാനവാസിനോടുള്ള ഉള്ളിലുള്ള ആരാധനയും കൂടെ ആയപ്പോൾ ഷാനവാസിന്റെ വലയിൽ അനീഷ് വീണു. ലാലേട്ടനോട് അനീഷ് പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് അടഞ്ഞു കിടന്ന അനീഷിന്റെ മനസ്സ് ഷാനവാസിന് മുന്നിൽ തുറന്നു കൊടുത്തു. ഷാനവാസിന് എന്തൊക്കെ കാണിച്ചാലും അനീഷിന് ഷാനവാസിനെ ഒരിക്കലും വെറുക്കാൻ സാധിക്കില്ല. ഷാനവാസിനെ എന്നല്ല ആരെയും വെറുക്കാൻ സാധിക്കില്ല. അത് അയാളുടെ മാറ്റങ്ങൾ പ്രകടമാണ്. ഫാമിലി വീക്ക് എത്തിയതിനു ശേഷം അനീഷ് ആകെ മാറിപ്പോയെന്നാണ് എല്ലാവരും പറയുന്നത്. ഫാമിലി വീക്കിൽ ഏറ്റവും ആദ്യം വന്നത് അനീഷിന്റെ ഷാനവാസിന്റെ ഫാമിലീസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുള്ള കാര്യങ്ങൾ അവരോട് ആരും അധികം ചോദിച്ചില്ല. അനീഷിനോട് ആകെ പറഞ്ഞത് പഴയ പോലെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനാണ്. വന്ന എല്ലാ ഫാമിലികളിൽ നിന്നും എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയ ഒരു കാര്യം അനീഷിന് പുറത്തുള്ള സപ്പോർട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, മാസൊക്കെ കാണിച്ച് അനീഷിനെ വീഴ്ത്തി എന്ന് പറഞ്ഞു കിടക്കുന്ന ഷാനവാസിനും വെറുപ്പ് കൊണ്ട് കിടക്കുന്ന ആദിലയ്ക്കും ഇതൊക്കെ സഹിക്കാവുന്നതിന്റെ അപ്പുറമായിരിക്കും. എന്തിന് ബിന്നിക്ക് പോലും സഹിക്കാൻ പറ്റില്ല. കാരണം ആദിലയ്ക്ക് ഷാനവാസിനും ഒന്നും ഉള്ളുകൊണ്ട് അനീഷിന് അത്ര താല്പര്യമില്ല. അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണെന്ന് പറയുന്നതിന്റെ ഒപ്പം ഇവർ തിരിച്ച് അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ കുളിച്ചാൽ മറന്ന കാര്യങ്ങളല്ല. ആദിലയുടെയും ഷാനവാസിന്റെ ഒക്കെ റിയൽ ക്യാരക്ടറാണ്. ഈ പകയും മാനിപ്പുലേഷനും ഒക്കെ നിർത്തി ആളുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അവരും ഒന്ന് ജീവിച്ചോട്ടെ. ബാക്കി വിശേഷങ്ങളായി പിന്നീട് കാണാം. താങ്ക്